ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് റെമഡിയാണ് കാണാൻ പോകുന്നത്. ഇതൊരു എണ്ണയാണ്. ഇത് നമ്മുടെ മുടി നന്നായിട്ട് തഴച്ച് വളരാനും ഉള്ളു വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി നന്നായിട്ട് കറുപ്പിക്കാനും എല്ലാം വളരെ യൂസ്ഫുൾ ആണ്. ഇത് നമ്മൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുർവേദ ഔഷധം ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ എണ്ണയിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് 2 ഇൻഗ്രീഡിയൻസ് ആണ്. അതിലൊന്ന് വന്നിട്ട് ഹിമാലയ പ്രദേശങ്ങളിൽ നിന്നും മാത്രം കിട്ടുന്ന ഈ ഒരു ഔഷധ ചെടിയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ വേര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെമഡി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുർവേദ ഔഷധമാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് ജഡാമാഞ്ചി എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന് കുറേ പേരുകളും വേറെ ഉണ്ട്. അപ്പോൾ ജഡാമാഞ്ചി എന്നാണ് കോമൺ ആയിട്ട് നമ്മൾ ഇതിനെ പറയുന്നത്, ഈ വേരിനെ പറയുന്നത്. ജഡാമാഞ്ചി വന്നിട്ട് നമുക്ക് പൊടിയായിട്ടും കിട്ടും, അല്ലെങ്കിൽ വേരായിട്ടും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ആയുർവേദ നാട്ടുമരുന്ന് കടകളിൽ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിലും ഈസിലി അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിയിട്ടുള്ളത് ഹെർബ് ടോണിക് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ജഡാമാഞ്ചി പൗഡറാണ്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇത് തയ്യാറാക്കാൻ നമുക്ക് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമേ ഇത് തയ്യാറാക്കുന്ന ശരിയായ രീതി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. സോ വൈകാതെ തന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് കാണാം. ആദ്യം ഒരു ബൗൾ എടുക്കുക. നമ്മുടെ ജഡാമാഞ്ചിയുടെ പൊടി അതിലേക്ക് ഒരു 2 സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ നെല്ലിക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നെല്ലിക്കാപ്പൊടി നിങ്ങൾക്ക് വീട്ടിൽ ഉണക്കി പൊടിച്ചതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കടയിൽ വാങ്ങിയതുപോലെ പൊടികൾ ഉപയോഗിക്കാം. ഞാൻ സെയിം ബ്രാൻഡിൻ്റെ നെല്ലിക്കാപ്പൊടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിൽ നമുക്കൊരു സ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ അളവ് എന്ന് പറയുന്നത് ആഴ്ചയിൽ 2 തവണ ഉപയോഗിക്കുകയാണെങ്കിൽ 2 ആഴ്ച ഉപയോഗിക്കാനുള്ള അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഈ ഒരു ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇത് പ്രോസസ്സ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ജഡാമാഞ്ചി എന്ന് പറയുന്നത് നല്ലൊരു ഡൈ ആണ്, നേച്ചുറൽ ഡൈ ആണ്. മുടി നന്നായിട്ട് കറുപ്പിക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കും. നമ്മൾ തുടർന്ന് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് അകാലനര തടയാൻ പറ്റും. അതുപോലെ തന്നെ ചെമ്പൻ മുടി കറുപ്പിക്കാനായിട്ടും സാധാരണഗതിയിലുള്ള മുടി നല്ല കറുപ്പ് നിറം കൊടുക്കാനായിട്ടും എല്ലാം സഹായിക്കും. നേച്ചുറൽ ആയിട്ടുള്ളൊരു ഡൈയും കൂടിയാണ് നമ്മുടെ ജഡാമാഞ്ചി എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. മുടി തഴച്ച് വളരും. അതുപോലെ തന്നെ മുടി ഉള്ളു വയ്ക്കാനായിട്ടും സഹായിക്കും. മുടിയുടെ ടെക്സ്ചർ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. അതായത് റഫ് ആയിട്ട് ഫ്രിസി ആയിട്ടുള്ള മുടി നല്ല സിൽക്കി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. മുടിയുടെ എലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനായിട്ടും വളരെയധികം സഹായിക്കും. നമ്മുടെ തലയോട്ടിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനായിട്ടും ഇൻഫ്ലമേഷൻ പോകാനായിട്ടും എല്ലാം തന്നെ ജഡാമാഞ്ചി നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഓയിൽ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ എണ്ണ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഒരു നല്ലൊരു കണ്ണാടി ബോട്ടിലിൽ തന്നെ ഒഴിച്ച് വയ്ക്കുന്നതാണ് നല്ലത്. നല്ലൊരു കണ്ണാടി ബോട്ടിൽ എടുക്കാം. അതിലേക്ക് നമുക്ക് ഈ എണ്ണ ട്രാൻസ്ഫർ ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് 2 ദിവസം വെയിലത്ത് വെക്കുക. നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ജഡാമാഞ്ചിയുടെയും നെല്ലിക്കയുടെയും എല്ലാം സത്തുകൾ നമ്മുടെ എണ്ണയിൽ നന്നായിട്ട് ഇൻഫ്യൂസ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു രാത്രി മുഴുവൻ നമുക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം അടുത്ത ദിവസം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചൂടാക്കുക. ഒരുപാട് ചൂടാക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കുക. അതിന് കുറവായിട്ട് വെക്കരുത്. മിനിമം ഒരു മണിക്കൂർ വെച്ചിട്ട് മാക്സിമം നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും വെക്കാം. 2 മണിക്കൂർ 2.5 മണിക്കൂർ ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് വെക്കാം. പക്ഷേ മിനിമം 1 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ ആദ്യം കഴുകുക. എന്നിട്ട് നമുക്ക് പച്ചവെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. ഇതുപോലെ ആഴ്ചയിൽ 2 തവണ ചെയ്യാം. നിങ്ങൾക്ക് DIY ചെയ്യാനൊന്നും സമയമില്ല, നല്ലൊരു ഹെയർ ഓയിൽ തപ്പി നടക്കുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നല്ലൊരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഓയിലാണിത്. മാർസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഓയിലാണ്. ഈ ഒരു ഹെയർ ഗ്രോത്ത് ഓയിലിനെ കുറിച്ച് പറയണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് കുറേ എസെൻഷ്യൽ ഓയിൽസിൻ്റെ ബ്ലെൻഡാണ് കേട്ടോ. അത് ഓണിയൻ ഓയിലുണ്ട്, ഭൃംഗരാജ ഓയിൽ, ടീ ട്രീ ഓയിൽ, ബ്രഹ്മി ഓയിൽ, ഹൊഹോബ ഓയിൽ എന്ന് പറഞ്ഞ പോലെ കുറേ ഓയിൽസിൻ്റെ ബ്ലെൻഡാണ്. നല്ലൊരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് ആൻറ്റി ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇത് മുടി വളർച്ച പ്രൊമോട്ട് ചെയ്യും. പിന്നെ മുടി കൊഴിച്ചൽ പോലും നമുക്കിത് തടയാനായിട്ട് വളരെയധികം പ്രയോജനപ്പെടും. നല്ല നേച്ചുറൽ ഓയിലാണ്. ഇതിനകത്ത് പാരബൻസോ അതുപോലെ തന്നെ മിനറൽ ഓയിൽസോ ഇങ്ങനത്തെ കെമിക്കൽസോ ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല.
100% നേച്ചുറൽ ആയിട്ടുള്ള ഓയിലാണ്. അപ്പോൾ നല്ലൊരു ഓയിലാണ്. നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ DIY ചെയ്യാൻ സമയമില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഓയിൽസ് വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഓയിൽ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നേച്ചുറൽ ആയിട്ടുള്ളത് മാത്രം നോക്കി വാങ്ങിക്കുക. 100% നേച്ചുറൽ ആയിട്ടുള്ളത് മാത്രം തന്നെ നോക്കി വാങ്ങിക്കാം. അങ്ങനെയുള്ളൊരു ഓയിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിനകത്ത് നേച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ ഷേക്ക് ചെയ്യാതെ ഒഴിച്ചപ്പോഴാണ് ഇങ്ങനെ പിരിഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് നമുക്കിത് തലയോട്ടിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ എപ്പോഴും കഴുകിക്കളയുന്ന പോലെ നല്ലൊരു മൈൽഡ് ഷാമ്പൂ ഉപയോഗിച്ച് കഴുകിക്കളയാം. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഗ്യാരൻറ്റീഡ് റിസൾട്ട്സ് ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട്സും എല്ലാം തന്നെ അറിയിക്കാനായിട്ട് മറക്കണ്ട. ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളും എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉപയോഗമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല വീഡിയോയിൽ കാണാം. അതൊരു ബൈ. സീ യു. ടേക്ക് കെയർ. എല്ലാവരും